ഈ പ്രാവശ്യം നമ്മൾ ഇവിടുത്തെ നിർണായക ശക്തിയാകും, നമ്മൾ ഭരണം തീരുമാനിക്കുമെന്നൊക്കെ ഉള്ളതായിരുന്നു ആത്മവിശ്വാസം ഈ ഇലക്ഷന് മുമ്പ്. പക്ഷേ തമിഴ്നാട്ടിലെ പോലെ എന്തുകൊണ്ട് കേരളത്തിൽ ആ രണ്ട് മുന്നണികളെയും മാറ്റി, ഇവിടുത്തെയും അതുപോലെ രണ്ട് മുന്നണികളെയും മാറ്റി ഈ NDAക്ക് BJPക്ക് ഏറ്റവും വലിയ കക്ഷിയാകാൻ പറ്റിയില്ല, അല്ലെങ്കിൽ അവർ ലക്ഷ്യമിട്ട് എത്രയും സീറ്റുകളും വോട്ട് ഷെയറും നേടാൻ പറ്റിയില്ല? തമിഴ്നാട്ടിൽ ഒരു കാരണമുണ്ട്, അവിടെ ഒരു ഫിലിം സ്റ്റാറാണ് അല്ലെങ്കിൽ ഒരു സൂപ്പർ സ്റ്റാറാണ് അവിടെ ആ പാർട്ടിക്ക് TVKക്ക് നേതൃത്വം നൽകിയത് എന്ന് ഒരു ന്യായീകരണമുണ്ട്. പക്ഷേ ഇവിടെ BJPക്കും ഒരു സൂപ്പർ സ്റ്റാർ 2019 BJPയുടെ ഒരു പ്രചരണത്തിന് ഉണ്ടായിരുന്നു. 2019 ഇലക്ഷന് ഒരു സൂപ്പർ സ്റ്റാർ പ്രചരണത്തിനുണ്ട്. അതിനുശേഷവും സിനിമാ രംഗത്തുള്ളവർ, സ്റ്റാർ പവർ ഉള്ളവർ ഈ BJPയുടെ പ്രചരണത്തിനുണ്ട്. PT ഉഷ എന്ന് പറയുന്ന ഒരു സ്പോർട്സ് സ്റ്റാറും MP ആയിട്ട് BJPക്ക് ഉണ്ട്.